പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടുകൂടെ ആയിരിക്കുന്ന കർത്താവിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പ്രഖ്യാപിക്കുവാൻ സമയമായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് ജീവിത നവീകരണം വഴി രക്ഷകനെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരുക്കത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കും. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്ന നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. അത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയണം. അതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവുകയില്ലെന്നും ഇതെല്ലാം അടയാളമായിരിക്കുമെന്നും നമ്മെ കർത്താവിന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി ജീവിക്കുക. ഈ ഒരു വിവേചന ശക്തി എന്ന പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ വിവേചിച്ചറിയുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സ്നേഹവും കരുണയും മൂല്യങ്ങളും മനോഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് വചനത്തിക്കവരിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. നിന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെന്ന് മനസ്സിലാക്കുവാനും ഈ പദ്ധതി അനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിന്നോടൊപ്പമായിരിക്കും. അതാണ് ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് നിന്നെക്കുറിച്ച് പറയുവാനായിട്ട് ഇടവരുത്തും. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് കർത്താവിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധരെല്ലാം ദൈവത്തിൻ്റെ കൂടാരം സ്വന്തമാക്കിയവർ, ആ കൂടാരത്തിൽ വസിക്കുവാൻ ആഗ്രഹിച്ചു, അതിന് കഴിഞ്ഞവരാണ്. അവരെ അനുഗമിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകമായി ഇന്ന് സാധിച്ചിരട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും ചെയ്തു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊല്ലി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.